മുടി വെട്ടലേ ചെറിയ പണിയുള്ളൂ. എങ്ങനെ വെട്ടുണ്ടോ? ഈ 2 സൈഡും എടുക്കുക, നെറുകിൽ കുറച്ച് കൊടുക്കുക. അപ്പൊ സൈഡും ബാക്കും മോളും മോളും അതന്നല്ലേ ഇപ്പൊ ഈ തല പിന്നെ വേറെ കൂടെ അല്ലേ തല. അതിന് തല ചെറുതാക്കണോ? എങ്ങനെ കൊണ്ട് ഇപ്പൊ നിക്കണേല് കുറച്ച് കമ്മിയാക്കിയാൽ മതി. ഇതിനൊരു പണിയുണ്ട്. ഇത് കൊടുക്കണ്ടിരുന്ന നേരാക്കണമെങ്കിൽ ഉറങ്ങിയ പിന്നെന്താട്ട് തേണ് കൊടുത്തിട്ട് താടി അടിച്ചിട്ടുണ്ടെങ്കിൽ നാടാടെ വേറെ അല്ല ഇങ്ങനെ ഇരിക്കേ താടി വെക്കണോ? താടിയൊന്നും പാടില്ല. ഞാൻ ഇത് വായിപ്പല്ലേ സംശയം തോന്നിയിട്ട് ഞാൻ കയറിയതാ. എന്നാ ശരിയില്ല. അവിടെ കഴിഞ്ഞോ? അവന്റെ കഴിഞ്ഞേ ഇന്നലെ വായ്പാ അതൊക്കെ 50 എടുക്കാം. അങ്ങാടി വരും പോണം. കടന്നതി പണി നിർത്താനായിട്ടില്ല കാക്ക. എന്താ പങ്കി ഞാൻ വെറുതെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ പോയിക്കോളാം. അതിന്റെ കല്ലേ വേണ്ട. ഞാൻ ഇന്ന് വർഷം എന്തൊക്കെയല്ല ശരിയില്ല. ഹലോ. ആ അപ്പൊ ഈ മുറ്റത്ത് ജനലമ പൊട്ടാ എന്റെ ആ അങ്ങനെ എപ്പോ വരാം. എത്ര കൂടുതല് 150 വാങ്ങണം. ഗോറങ്ങ പിന്നെ തല ചെരിഞ്ഞിട്ട് വീടെടുത്തീനെ വേണം. രാത്രി ഡ്യൂട്ടി നമുക്ക് അറിയില്ലേ. ഹലോ എന്നാ എപ്പ വരാം. പോട്ടേടാ ഒരിക്കൽ പറഞ്ഞു തേങ്ങ വീണു ജനാല് പൊട്ടി. ഇപ്പൊ പറഞ്ഞു പഴി വീണ് കയറ്റിച്ചാടി. അപ്പൊ എന്താ ആരാമത്തൊന്ന് പോയോക്കട്ടെ കേട്ടോ. അല്ലേ നിങ്ങളെ കാക്കാനോട് 50 ഉറുപ്പിക വെച്ചപ്പോ എന്തിനും വല്ല ചൊറ അയാൾ എന്തെങ്കിലും ചെയ്യും. അയാൾ കരുതിയ ആളല്ല. ആ പണി നമുക്ക് കൊടുക്കേ കൊടുത്തുങ്ങാണ്ട് അയാള് പണി തരും ചിലപ്പോ. വരുമ്പോ പറയണം കേട്ടോ. എന്താ വായ്പാക്ക് ഓടണു? എന്താ പിന്നെ ആദ്യം പെണ്ണ് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ കിണറ്റില് അത് ജനല് പൊട്ടിന്ന്. പിന്നെ പറഞ്ഞു പഞ്ച് ഗേറ്റിലേക്ക് അടിയെന്ന് എന്തൊക്കെ പറഞ്ഞു പോണ്ടത്. ആ മറ്റേയാള് 10-50 ചോദിച്ചിരുന്നു. ഇനി അതിനെ പറ്റി എന്തെങ്കിലും ആളുകളൊക്കെ അങ്ങനെ പോണുണ്ട്. ആകട്ടോ ആളുകൾ പോണുണ്ട്. ഇയാള് മണ്ടിനി കാണാണ്ട്. പിന്നെ ഞമ്മളേ വന്നിട്ട് നേരാക്കാത്ത ആടി നമുക്ക് പിന്നാട് പോയി വെക്കാം. നല്ലൊരു കാര്യം. അങ്ങോട്ട് മണ്ടണ്ടേനു പോയി വന്നിട്ട് പണിയെടുക്കാം. ഞാൻ നിങ്ങളെ തെരഞ്ഞിട്ട് 3-4 ദിവസമായി നടക്കും. എന്താ സംഭവം? നിങ്ങൾ നാളെ എന്നോടൊരു 50 രൂപ ചോദിച്ചു. അത് തരാത്ത ഞാനൊക്കെ അപ്പഴേ വിട്ടാല ഒരുപാട് നഷ്ടങ്ങൾ. തേങ്ങ വീണ് ഓട് പൊട്ടി, പശു വീണ് കേറ്റിട്ട് ബസ് വീണു. എന്താ അതിനൊക്കെ ഞാൻ പറയാം. അതൊക്കെ പജ്ജ് കേട്ടിൽ
പിന്നെ തേങ്ങ വീണ്ട് ഓട് കൂട്ടിനൊക്കെ ഇപ്പം എൻ്റെ കറാമത്താണ് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല ആ കണക്ക് വെറും തെറ്റിദ്ധാരണയാണ് അതെ നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് അത് ഞാൻ ചോദിച്ചാ പിന്നെ ഇതൊന്നും നമ്മൾ നിയന്ത്രിക്കണല്ല മേലെ ഒരാളുണ്ട് റബ്ബിൻ്റെ കയ്യിലാണ് പിന്നെ ഇനി അറവാ ആരെങ്കിലും പാവപ്പെട്ടൊരു പേരങ്ങനായിട്ട് 10 രൂപ ഇൻ്റെ അല്ല ചോദിച്ചാൽ കൊടുക്കുള്ളൂ ഇത് പോരണോ പാലക്കാട് വന്നാവാ ശരി എന്നാ.